സംഭാവന നൽകിയിട്ടുണ്ട് പള്ളിപ്പണിയിലേക്ക്. അവരുടെ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ നല്ല ഗുണത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഉമ്മയുടെ രോഗം സുഖമാകാൻ വേണ്ടിയുമാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിന് വേണ്ടി നൽകിയ സംഭാവനയെ സ്വീകരിക്കട്ടെ. അവരുടെ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ റൂഹിന്റെ ഹദറത്തിലേക്ക് അള്ളാഹുവിന്റെ മിത്ഥിതവാ എത്തിച്ചു കൊടുക്കട്ടെ. ആ ഉപ്പാക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മക്കൾ ചെയ്ത ഈ സംഭാവന ആ ഉപ്പാക്ക് വലിയ ഉയർപ്പുണ്ടായി ഖബറിലേക്ക് ഒരു വെളിച്ചമായി എത്തിച്ചു കൊടുക്കട്ടെ. അവിടെ സുഖമില്ലാതെ കിടപ്പിലായ ഉമ്മക്ക് അള്ളാഹു പരിപൂർണമായ പ്രവേശനം നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തോടും കൂടി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന്റെ എല്ലാ ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും അള്ളാഹു അഭിവൃദ്ധിയും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ മജ്‌ലിസുൽ കളപ്പാറകൾ റസൂലിനെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം എല്ലാവരും അവിടേക്ക് എത്തിച്ചേരണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. സുദീർഘമായി പറയുക വളരെ കുറഞ്ഞ സമയമാണ്. ആ ഒരൊറ്റ ഹദീസ് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഒന്നുകൊണ്ട് മയ്യത്ത് സ്വീകരിക്കാനുള്ള കൂടെ നിർവഹിച്ചുകൊണ്ട് നമുക്ക് പിരിഞ്ഞു പോകാം. അല്ലാഹു നാം ഒരുമിച്ചുകൊണ്ട് പൊരുത്തപ്പെടാതെ നമ്മെ സ്വീകരിക്കട്ടെ. പുണ്യ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ അലൈ യൗമുൻ ലാ അസ്ദാദു ഫീഹി ഇൽമൻ യുഖർരിബുനി ഇലല്ലാഹി ഫലാ ബൂരിക ലി ഫീ തുലൂഇ ശംസി ദാലിക യൗം. വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമേറിയ ഒരു വാക്കാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം എനിക്കൊരു ദിവസം കടന്നു വന്നിട്ട് അല്ലാഹുവിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഒരറിവെങ്കിലും എനിക്ക് ആ ഒരു ദിവസം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ആ ദിവസത്തിൽ എനിക്ക് ബറക്കത്തില്ല എന്ന് പറഞ്ഞതാരാ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ബറക്കത്താണ് ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ? നമുക്ക് എത്ര ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്? ഒരു വർഷത്തിൽ 365 ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇവിടെ 40, 50, 60 വയസ്സായ ആളുകളുണ്ട്. അതിൽ കുറഞ്ഞവരും കൂടിയവരുമുണ്ട്. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് നമ്മെ റബ്ബിലേക്ക് ആത്മീയമായി അടുപ്പിക്കുന്ന അറിവ് കരസ്ഥമാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുണ്ടോ? അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഒരുങ്ങുന്നുണ്ടോ, തയ്യാറാകുന്നുണ്ടോ എന്ന് വിചിന്തനം നടത്തേണ്ട സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ചും കേരളീയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ശവ്വാലോടുകൂടെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഹബീബ് റസൂലുള്ളാഹി ഈ പറഞ്ഞ ഹദീസ് ഒരു ദിവസം കടന്നു വരുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഒരറിവെങ്കിലും എനിക്ക് വർദ്ധിക്കുന്നില്ല എങ്കിൽ ആ ദിവസത്തിൽ എനിക്ക് ബറക്കത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മദ്രസ സംവിധാനം നമുക്ക് ബറക്കത്തിനെ വർദ്ധിപ്പിച്ചു തരുന്ന സംവിധാനമാണ്. ഓരോ ദിവസവും ഓരോ കുട്ടികൾ, അത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും വരെയുള്ള വിദ്യാർത്ഥികളാകട്ടെ, ഓരോ ക്ലാസ്സുകളിലും ഇന്നലെ പഠിച്ചതല്ല ഇന്ന് പഠിക്കുന്നത്. ഇന്ന് പുതിയൊരറിവ് പഠിക്കുകയാണ്, നാളെ പുതിയൊരറിവ് വേറെ പഠിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയാണ്. പുണ്യ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശങ്കപ്പെട്ട പോലെ ബറക്കത്തില്ലാത്തവരല്ല, ബറക്കത്ത് പുതിയ പുതിയ ബറക്കത്തുകൾ, പുതിയ പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ പുതിയ ധാർമ്മികമായ വിദ്യാഭ്യാസങ്ങൾ കുട്ടികൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കാൻ മദ്രസ സംവിധാനം. അതുകൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല. നാളെ മുതൽ നമ്മുടെ മദ്രസ ആരംഭിക്കുകയാണ്. എല്ലാ നാടുകളിലും മദ്രസ സംവിധാനം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ മദ്രസകളിലേക്ക് നിർബന്ധമായും എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എന്ന പേരിൽ പ്രവേശനോത്സവം എല്ലാ മദ്രസകളിലും നടക്കുന്നുണ്ട്. പുതുതായി കടന്നു വരുന്ന 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരെ മാനസികമായി മദ്രസ സംവിധാനത്തോട് അടുപ്പിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അല്ലാതെ പേര് പോലെ ഒരു ഉത്സവം നടത്താനല്ല നമ്മുടെ ഉദ്ദേശം. പ്രവേശനോത്സവം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉത്സവമാണെന്ന് വിചാരിക്കുക. ആ വിദ്യാർത്ഥികളെ മദ്രസയിലേക്ക് പഠിച്ചു നടക്കുമ്പോൾ അവരെ ചിലപ്പോൾ 3.5 വയസ്സിന് നഴ്സറിയിലൊക്കെ പോകുന്ന കുട്ടികളായിരിക്കും. അപ്പൊ നഴ്സറിയിൽ അവർ കണ്ട ഒരു സാഹചര്യങ്ങളും സംവിധാനങ്ങളൊന്നും ആയിരിക്കും നമ്മുടെ മദ്രസയിൽ ഉണ്ടാകാം. അപ്പോൾ മിക്കവാറും വിദ്യാർത്ഥികൾ അവിടെ കരഞ്ഞും പേടിച്ചും മദ്രസയെ അവിടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാകുക. അതിനൊക്കെ മാറ്റി ആ കുട്ടികളെ മദ്രസ സംവിധാനത്തോട്, മദ്രസ പഠനത്തോട് അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ SSL പ്രവർത്തകന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ നാടുകളിലും നമ്മുടെ മദ്രസകളിലും അത് നടക്കുന്നുണ്ട്. 2 മദ്രസ നമ്മുടെ നല്ല പരിധികളിൽ 2 മദ്രസ ഉണ്ടല്ലോ. 2 മദ്രസകളിലും നാളെ നടക്കുന്ന ആ പ്രവേശനത്തിന്റെ രക്ഷിതാക്കൾ നിർബന്ധമായും അവിടെ കുട്ടികൾ, രക്ഷിതാക്കൾ 1-ാം ക്ലാസ് രക്ഷിതാക്കൾ മാത്രമല്ല ഉദ്ദേശം, 1 മുതൽ 10 വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥി രക്ഷിതാക്കളും നിർബന്ധമായ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കുറഞ്ഞ സമയത്ത് നമുക്ക് ചെയ്യുന്നതുമാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ
നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ എന്താണ് ഷാബാൻ വരെ ദർസ് നടന്നിരുന്നു എന്നറിയാൻ കഴിഞ്ഞ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. വിദേശി കുട്ടികളെ കൂടെ ദർസാണ് താൽക്കാലികം നമ്മൾ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം നിർത്തിവെച്ചതാണ്, അവസാനിപ്പിച്ചതല്ല. എങ്കിലും നമ്മുടെ മദ്രസകളിൽ നിന്നും 10ാം ക്ലാസ് കഴിഞ്ഞു പോയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ 10ന്റെ മുമ്പ് നിർത്തിപ്പോയ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകും. ആ വിദ്യാർത്ഥികളെ മദ്രസകളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് മദ്രസ പള്ളിയിൽ വെച്ചിട്ട് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം കുറഞ്ഞ നിരക്കുള്ള ഒരു സ്വദേശി ദർസ് സംവിധാനം നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. ദർസ് പച്ച നിന്ന് പോകുന്നൊരവസ്ഥ ഒരിക്കലും നമ്മുടെ പള്ളിയിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പള്ളി എപ്പോഴും ഹയാത്തായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് കഴിഞ്ഞു പോയ മുതിർന്ന വിദ്യാർത്ഥികൾ അവർ അരഞ്ഞു തിരിഞ്ഞ് നടക്കാതെ അവർക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം കൊടുക്കാതെ, മതപരമായ അറിവ് കൊടുക്കാൻ, ദർസിയായിട്ട് അവർ പകർന്നു കൊടുക്കാതെ ഈ സാധുവടക്കുന്ന സമയത്തൊക്കെ ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ടാകുന്നതൊക്കെ ഞാൻ ആ വിഷയം ചെയ്തു തരുമെന്ന ഒരു വാക്ക് നിങ്ങൾക്ക് തരാണ്. പരമാവധി വിദ്യാർത്ഥികളെ നിങ്ങൾ സ്വദേശി ദർസിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിയായ രംഗത്ത് അഭിവൃദ്ധിയോടുകൂടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടിനെ അല്ലാഹു തആല ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അതോടൊപ്പം അടുത്ത വെള്ളിയാഴ്ച നമ്മൾ തെരഞ്ഞെടുപ്പ് വരുന്നത് വോട്ട് ആർക്ക് നൽകുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതമുള്ളവരും ഇല്ലാത്തവരും ഏകോദര സഹോദരന്മാരെ പോലെ ഈ ഇന്ത്യ രാജ്യത്ത് സമാധാനത്തോടുകൂടെ കഴിഞ്ഞിരുന്നു. ഈ ഒരു 10 വർഷമാണ് നമുക്കിവിടെ അസമാധാനം അതിന്റെ വിത്ത് പാകിയത്. അതുകൊണ്ട് ആർക്ക് വോട്ട് കൊടുക്കണം, ആരെ തെരഞ്ഞെടുക്കണം, ഈ രാജ്യത്ത് സമാധാനം തെരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വോട്ടർമാരും അവരവരുടെ വീടുകളിലുള്ള ഓരോ വോട്ടറും നിർബന്ധമായും തന്നെ വോട്ട് വിനിയോഗിക്കണമെന്നാണ് ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത്. നമുക്ക് നമ്മുടെ അധികാരികളോട് നേരിടാനുള്ള ഒരേ ഒരു ആയുധം നമ്മുടെ വോട്ട് സംവിധാനം മാത്രമാണ്. മറ്റൊരു നിലക്കും നമ്മുടെ രാജ്യത്ത് നമുക്കൊന്നും ഇടപെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവമായിട്ട് ചിന്തിച്ചുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്താലും ഇവിടെ ഈ രാജ്യത്ത് അസമാധാനവും അക്രമവും മതത്തിന്റെ പേരിലുള്ള വിവേചനവും താല്പര്യപ്പെടാത്ത ആളുകൾ ആരാണോ നീതിപൂർവമായി എല്ലാവരോടും നീതിയോടും കൂടെ സമത്വത്തോടും കൂടെ പെരുമാറുന്നവരും ഭരണം നടത്തുന്നവരുമാരാണോ അവർക്ക് വോട്ട് കൊടുത്തുകൊണ്ട് അവരെ വിജയിപ്പിച്ച് ഈ രാജ്യത്തിന്റെ ഫെഡറലിസവും അതുപോലെ തന്നെ ഇതിന്റെ സെക്യുലറിസവും എല്ലാം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന നമ്മുടെ കൈകളിലേക്ക് ഈ രാജ്യത്തിന്റെ അധികാരം എത്തിച്ചു കൊടുക്കട്ടെ. ഓരോ ദിവസവും നമ്മൾ അറിയാൻ ആഗ്രഹിക്കാത്ത, നമ്മൾ ഓർത്തെടുക്കാൻ പോലും ആഗ്രഹിക്കാത്ത സംഭവ വികാസങ്ങളാണ് സമാധാനത്തിന്റെ രാജ്യമെന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഖ്യാതി നേടി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മതങ്ങളുടെ പേരിൽ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും സ്വകാര്യമായ പ്രാർത്ഥനകളിലും ഈ രാജ്യത്തിന്റെ സമാധാനവും ഈ തെരഞ്ഞെടുപ്പ് മൂലം നമ്മുടെ രാജ്യമാണ് രക്ഷപ്പെടേണ്ടത്. നമ്മളോ നമ്മുടെ നേതാക്കളോ അല്ല രക്ഷപ്പെടേണ്ടത്, ഈ രാജ്യം രക്ഷപ്പെടണം, ഇവിടെ സമാധാനം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനമുള്ളൊരു ഭരണകൂടം നമ്മുടെ രാജ്യത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. അരീക്കോട് വെള്ളേരി